ഹായ്, ഇന്നെനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്നെൻ്റെ ജന്മദിനമാണ്. അതുമാത്രമല്ല, എൻ്റെ ജ്വല്ലറി ജീവിതത്തിലെ 25 വർഷം പൂർത്തിയാകുന്നൊരു ദിവസവും കൂടിയാണ്. സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് ഞാനുള്ളത്. രാവിലെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാമെന്ന് കരുതി ഇന്നത്തെ ദിവസം. വർഷം പൂർത്തിയാക്കിയതിൻ്റെയും ഇന്നൊരു ജന്മദിനം കൂടിയാണ്. ഇന്ന് ഇത് ചെയ്യും. ജന്മദിനം എന്ന് പറയുമ്പോൾ ഒരു വയസ്സെന്ന് പൂർത്തിയാകുകയാണ്. എത്ര വയസ്സ് എന്നുള്ളതൂടെ വെളിപ്പെടുത്തിയിട്ടില്ല. പല അഭിപ്രായങ്ങളും അതിലുണ്ട്. 50 ഉണ്ട്, 49 ഉണ്ട്, 48 ഉണ്ട്, അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. എന്നിരുന്നാലും 25 വർഷം തൊഴിൽ മേഖലയിൽ ആ സമയത്ത് ഇപ്പോഴത്തെ ഒരു വയസ്സും ആ ഒരു സമയം ഒന്ന് കുറച്ച് നോക്കിയാൽ എത്ര വയസ്സിലായിരിക്കും ജോലിയിലോട്ടുള്ള പ്രവേശനം. നമ്മുടെ ഗ്രൂപ്പിലേക്ക് എത്തിപ്പെട്ടിട്ട് ഒരു 10 വർഷത്തിന്റെ മേലെ കഴിഞ്ഞു. ആ ഒരു സാമൂഹികപരമായിട്ടുള്ളൊരു പിന്തുണയും ഒക്കെ തന്നെ നമ്മുടെ സ്ഥാപനത്തിന് മുതൽക്കൂട്ടാവാൻ അത് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല. ഒരുപാട് ആളുകൾക്കെല്ലാം തന്നെ സംസാരിക്കാനുണ്ടാവും. അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും ഞാൻ ക്ഷമിക്കാനെ ഇതിലോട്ട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഇന്ത്യയുടെ പ്രായം ഇവിടെ വെളിപ്പെടുത്തില്ലെങ്കിലും ഇന്ത്യ ജീവിതം കൊണ്ട് എന്നും ചെറുപ്പം കാസൂക്ഷിക്കുന്ന നമ്മൾ ഇപ്പോൾ ഒരു സർവകലാ വല്ലഭയായി ഒരു പാട്ടാണെങ്കിൽ പാട്ട്, ഇനി ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, നാടകം. എനിക്കൊന്നൊരു 10-12 വർഷം വിദ്യച്ചി ഏതാണ്ട് പകുതി സമയമല്ലേ, പകുതി സമയവും നമ്മളോട് പുറത്ത് ചിലവഴിച്ച് നമുക്കും കൂടി അഭിമാനിക്കാൻ പറ്റുന്ന. കാരണം ഇതിനൊക്കെ പറഞ്ഞതുപോലെ ആ കാലഘട്ടത്തിൽ, അതായത് 25 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ സാന്നിധ്യം, അതും ഒരു സെയിൽസ് ഗേൾ, അന്നൊക്കെ എനിക്ക് വന്ന അത്യാവശ്യം പെണ്ണുങ്ങള് എന്തായാലും ഈ 25ാം വാർഷികം ഞങ്ങളോടൊത്ത് ആഘോഷിക്കുന്ന വിദേശിക്ക് ഒരുപാട് ആശംസകൾ നേരുകയാണ്. അതുപോലെ തന്നെ വിദേശിക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ, എന്നിട്ട് എല്ലാ ആഗ്രഹങ്ങളും സബലീകരിക്കാൻ കഴിയട്ടെ എന്ന സമയത്ത് കുറച്ച് നിന്ന 25 ഇതിനെ കുറവല്ലാത്തൊരു കാലഘട്ടം, 25 വർഷത്തോളം ഒരു മേഖലയിൽ, അതുപോലെ കോമ്പറ്റീഷനുള്ള ഒരു മേഖലയിൽ 25 വർഷത്തോളം സജീവമായി നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എല്ലാവിധ ആശംസകളും എൻ്റെ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കി ഒരുപാട് കാലം ജീവിക്കട്ടെ എന്നാണ് സംസാരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷഫീഖ, മാനേജ്മെന്റിനോട് മറ്റ് എൻ്റെ സഹപ്രവർത്തകരെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ കണ്ണുകളിൽ വെള്ളം നിറയായിരുന്നു. കാരണം ഇത്രയും എൻ്റെ ജീവിതത്തിൽ ഇത് എന്താ പറയാ, എനിക്ക് ഇത്ര സന്തോഷമുള്ളൊരു സമയം ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഇത്രയൊക്കെ എന്നെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ. നിങ്ങളുടെ സ്നേഹത്തിന്, നിങ്ങളുടെ ചേർത്ത് നിർത്തതിന്, നിങ്ങളുടെ കരുതലിന് എല്ലാത്തിനും ഒരുപാട് നന്ദി. അപ്പോൾ കേക്ക് മുറിക്കാൻ പോവുകയാണ്. 2 കസ്റ്റമർ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കൂടി അങ്ങോട്ട് ചേർത്ത് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കേക്ക് മുറിക്കുന്നു.
അങ്ങനെ രാവിലെ തന്നെ ഒരുപാട് മധുരമൊക്കെ കഴിച്ചു. കേക്ക് കഴിച്ചതിന് ശേഷം ഗിഫ്റ്റുകളൊക്കെ കൈമാറി. അതിനുശേഷം ഞാൻ ആദ്യം നിന്നിരുന്ന ജ്വല്ലറി, പ്രകാശ് ജ്വല്ലറി പോയിട്ട് പ്രകാശ് ചേട്ടനും അവിടെയുള്ള സ്റ്റാഫിനൊക്കെ മധുരം കൊടുത്തു. അവിടെ അടുത്തൊക്കെ മധുരം കൊടുത്തതിന് ശേഷം അതിനുശേഷം ഞാൻ അതിനുശേഷം നിന്നൊരു ജ്വല്ലറി ഉണ്ടായിരുന്നു, മലയാറ്റൂർ ജ്വല്ലറി. അവിടെ ഉണ്ടായിരുന്ന ടെന്നിച്ചേട്ടന് മധുരം കൊടുക്കാൻ പോയിരുന്നു കേട്ടോ. അവരുടെ ബാങ്കിൽ പോയിരുന്നു. മൂപ്പരെ കാണാൻ പറ്റിയില്ല. അവിടെയുള്ള സ്റ്റാഫിന് മധുരമൊക്കെ കൊടുത്തു പോന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം ശുഭം. അങ്ങനെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞു എന്ന് പറയാം. കാരണം ഇന്ന് രാവിലെ പള്ളിയിൽ പോയതിന് ശേഷം ഞാൻ ഷോപ്പിലേക്കാണ് പോയത്, ജ്വല്ലറിയിലേക്ക്. അവിടെ ഇന്ന് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു എനിക്ക് ഷോപ്പിലുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ചാൽ പിന്നെ സ്റ്റാഫും മാനേജ്മെൻറ്റും ദിയയുടെ MD ഷെഫീഖയും അദ്ദേഹത്തിൻ്റെ വൈഫും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കേക്ക് കട്ട് ചെയ്തു. കേക്ക് കട്ടതിന് ശേഷം ഗിഫ്റ്റുകൾ കൈമാറി, എല്ലാവരും ആശംസകൾ അറിയിച്ചു. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരനുഭവം എന്ന് തന്നെ പറയാം. അതിനുശേഷം പായസം ഉണ്ടായിരുന്നു, നല്ല ചെറുപയറിൻ്റെ അടിപൊളി പായസം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. അതിനിടയ്ക്ക് ഞാൻ മുൻപ് നിന്നിരുന്ന വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിലൊക്കെ പോയി അവരെയൊക്കെ കണ്ടു, അവർക്കൊക്കെ മധുരം കൊടുത്തു. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങ് കടന്നുപോയി. ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, വീഡിയോ ചെയ്ത് നേരത്തെ ഇടണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഷോപ്പിൽ നല്ല തിരക്കുമായിരുന്നു, കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഇടാനോ ഒന്നും പറ്റിയില്ല. അപ്പം ഞാൻ ഇന്ന് അത് എഡിറ്റ് ചെയ്ത് ഇടുന്നുണ്ടോ, മിക്കവാറും നിങ്ങൾക്കത് നാളെ ആയിരിക്കും കാണാൻ സാധിക്കുക. അങ്ങനെ ഒരു നല്ല ദിവസം തന്നതിന്, അല്ലെങ്കിൽ ഇന്ന് എല്ലാവരുടെയും സ്നേഹവും കരുതലും ആശംസകളും ഒക്കെ അനുഭവിക്കാനുള്ള അവസരം തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദിയാണ് പറയുന്നത്. കാരണം ആരോഗ്യത്തോടെ ഈ സമയത്ത് എനിക്ക് ഇരിക്കാൻ കഴിയുന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.